ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അന്വേഷണത്തിന് തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ചൊവ്വാഴ്ച തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് എടുക്കുന്നവരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ SITയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായി തന്ത്രിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന നീക്കവും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായത്. പക്ഷെ അപ്പോഴും രാഷ്ട്രീയമായ ചില ആരോപണങ്ങളുണ്ട്. എന്തുകൊണ്ട് കടകംപള്ളിക്ക് നേരെ, കടകംപള്ളിയുടെ കാര്യത്തിൽ എന്താണ് തുടർ നടപടി എന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ അറിയേണ്ടത് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ സൗഹൃദത്തിനും അപ്പുറം എന്തൊക്കെ ബന്ധങ്ങൾ ഇവർ തമ്മിൽ ഉണ്ട് എന്നതൊക്കെയാണ്. അതാണ് SITക്ക് അറിയേണ്ടതും. എന്താണ് SITയുടെ തുടർ നീക്കങ്ങൾ? ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും തിങ്കളാഴ്ച തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങിയാണ് SIT എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് കൂടുതൽ ഉന്നതരകളിലേക്കൊക്കെ ഈ ഒരു അന്വേഷണം നീങ്ങുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമായി തന്നെ നമുക്കിതിനെ കരുതേണ്ടിയിരിക്കുന്നു തന്ത്രിയുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ചില നിർണായക രേഖകൾ SITക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൂടാതെ തന്നെ ഈ രേഖകളിൽ കൂടുതൽ, അതായത് ഇവർ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്, നിലവിലെ സാഹചര്യത്തിൽ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ വെച്ച്, അതായത് ബംഗളൂരുവിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ബന്ധം ഈ പോറ്റിയും തന്ത്രിയുമായി തുടങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള ചില കണ്ടെത്തലുകളാണ് SITയുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. അതായത് 20 വർഷത്തോളമുള്ള പരിചയം SIT കണ്ടെത്തിയതനുസരിച്ച് ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതിൽ ഉൾപ്പെടെ തന്ത്രിയുടെ ഒരു പങ്ക് അത് വ്യക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ പത്മകുമാർ പറഞ്ഞ ആ ദൈവ തുല്യൻ ആര് എന്നതിൽ അത് തന്ത്രിയാണ് എന്ന വാദം അത് കൂടുതൽ ബലപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നത് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? ഒപ്പം തന്നെ ഈ അന്നത്തെ ഭരണസമിതിയിൽ പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന KT ശങ്കരദാസ് ഇപ്പോഴും വെളിയിൽ കഴിയുകയാണ്. ഇവരെയൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നില്ല എന്നൊരു വിമർശനം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതായത് തന്ത്രിയെ സപ്പോർട്ട് ചെയ്തൊക്കെ സ്വാഭാവികമായും ഒരു കേസ് വരുമ്പോൾ 2 വശത്തും ആളുള്ളത് പോലെ തന്നെ ഇപ്പോൾ തന്ത്രിക്കെതിരായ ഈ വിഷയം വന്നപ്പോൾ, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളൊക്കെ വന്നപ്പോൾ അതേ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ വ്യാപകമായ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് കട്ടവരെ കിട്ടാത്തതുകൊണ്ട് കിട്ടിയവരെ എടുത്ത് ഇത്തരത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്ന രീതിയിലുള്ള ചില ബാലിശമായ കാര്യങ്ങളൊക്കെ എന്തായാലും ഏതെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായി നമുക്കറിയാം ഇത്രയും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആളെ ഇത്തരത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ നിർണായക തെളിവുകൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ തന്ത്രിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം സ്വാഭാവികമായും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നതെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പോറ്റിക്ക് പുറമെ മറ്റുള്ളവർ, അതായത് ഈ അറസ്റ്റിലായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, കൂടാതെ തന്നെ ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് ബന്ധമുണ്ടോ, അല്ല എങ്കിൽ ഈ സ്വർണം കൊള്ള നടത്തിയതിൽ, ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ പോറ്റിയുമായി ചേർന്നുകൊണ്ടുള്ള ചില ഗൂഢാലോചനകൾ തന്ത്രി നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നിർണായക തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ചോദ്യം ചെയ്യണം. കൂടാതെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്ത്രിയെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. തന്ത്രിയുടെ മൊഴി വീട്ടിലെത്തി രേഖപ്പെടുത്തിയൊക്കെ ചെയ്തിരുന്നു. അന്നും ചില വാദങ്ങളൊക്കെ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ലായിരുന്നു. ഭരണസമിതി അംഗങ്ങളൊന്നും തന്നെ അറിയിക്കാതെയാണ് ഈ ഒരു സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടിയൊക്കെ കൈമാറിയത്. തന്നെ അറിയിക്കണം എന്നുള്ളൊരു ചട്ടമുണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ ആ വാദങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ കൂടുതൽ വകുപ്പുകൾ ഇത്തരത്തിൽ തന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, നിയമം വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് നിലവിൽ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ്, അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ആചാരപരമായ ലംഘനങ്ങൾക്ക് തന്ത്രി കൂട്ടുനിന്നു എന്ന ആരോപണം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആചാരപരമായിട്ട്
തന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്ന്. അതിനപ്പുറത്ത് ഇതിൽ ഈ ഗൂഢാലോചന നടന്നതിൽ ഈ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം മാറ്റിയെടുക്കുന്ന ഈ ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയായിട്ടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മുകളിലേക്ക് ഈ ഗൂഢാലോചനയുടെ കണ്ണികളുണ്ടോ? പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം പോയിട്ടുണ്ടോ? ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ വളരെ രഹസ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും SIT ചെയ്തത്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ തന്ത്രിയെപ്പറ്റി ഒരു പരാമർശവും പോലും ഇല്ലാതെ അവർ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പോകുന്നത് പോലും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ SITയുടെ പക്കൽ വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണോ അനുമാനിക്കേണ്ടത്? അതിനു മുകളിലേക്ക് ഈ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? ശ്രീജ, നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ചില നിർണായക കണ്ടെത്തലുകൾ SITക്ക് ലഭ്യമായിരുന്നു. അതായത് ഇവർ മൂന്നുപേരും ചേർന്നായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, ഇവർ മൂന്നുപേരും ചേർന്നാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തിയത്. പക്ഷേ അപ്പോഴും ഒരു സംശയം ബലപ്പെട്ടിരുന്നു. അതായത് ഇവർ മൂന്നുപേരും വിചാരിച്ചാൽ ഇങ്ങനെ ശബരിമലയിൽ നിന്ന് വളരെ ഈസിയായി ഈ സ്വർണ്ണപ്പാളികളും മറ്റ് കാര്യങ്ങളും ഒക്കെ കടത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം ബലപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അതിന് ശബരിമലയിൽ നിന്ന് ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇത് ഈ രീതിയിൽ ഇവരുടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി അവർ എങ്ങനെയാണോ അത് പ്ലാൻ ചെയ്തത് അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ SITക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്ത് നൽകിയത് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഏതെങ്കിലും ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രം ഇത് നടക്കില്ല എന്നുള്ളതാണ്. ഭരണസമിതിയിലെ അംഗങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭരണസമിതി വിചാരിച്ചാൽ കൂടി മാത്രമേ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വർണ്ണ കൊള്ള നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിലയിരുത്തൽ കൂടി അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ തന്ത്രിയുടെ അറസ്റ്റിലൂടെ കൂടി നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നത്. അതായത് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയതിൽ പങ്കാളികളായിരുന്ന ഈ മൂന്ന് പേർക്ക് സഹായം ചെയ്തു നൽകിയത്, ഇപ്പോൾ ശബരിമലയിൽ നിന്ന് സഹായം ചെയ്തു നൽകിയത് തന്ത്രിയാണ് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് തന്ത്രി മൗനാനുവാദം നൽകുന്നു ഈ സ്വർണ്ണപ്പാളികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഭരണസമിതി അംഗങ്ങൾ പ്രത്യേകിച്ച് പത്മകുമാർ അടക്കമുള്ള CPMന്റെ മുൻ MLA കൂടിയായിട്ടുള്ള CPM നേതാക്കൾ അടങ്ങിയ ആ ഭരണസമിതി അവർ ഇതിന് കൃത്യമായി അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ ഗൂഢാലോചന നടത്തിയതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ അവർക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2019 മെയ്യിൽ കട്ടിളപ്പാളികൾ ശബരിമല ശ്രീകോവിൽ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്നതിന് തന്ത്രി മൗനാനുവാദം നൽകി, അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശയും നൽകി എന്നതാണ് SITയുടെ കണ്ടെത്തൽ. കട്ടിളപ്പാളികൾ ഒപ്പം തന്നെ ഇത് ഇളക്കുന്ന സമയത്തും ഒരു മാസത്തിന് ശേഷം അവ തിരികെ സ്ഥാപിക്കുന്ന ആ വേളയിൽ പോലും കണ്ഠരര് രാജീവർ സന്നിധാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് SIT പറയുന്നത്. അതായത് മുൻവാദങ്ങളെല്ലാം തള്ളുന്നതാണ്. അതായത് നേരത്തെ ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും ഈ കട്ടിളപ്പാളികളൊക്കെ കൊണ്ടുപോകുന്ന വേളയിലൊക്കെ തന്നെ താൻ അറിഞ്ഞിരുന്നില്ല, താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അതിലൂടെ വാദം. അതൊക്കെ ഇപ്പോൾ പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ SIT ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കട്ടിളപ്പാളികൾ ഇളക്കുന്ന സമയത്ത് ഇതിന് പുറമെ അതായത് ഈ ഘട്ടങ്ങളിൽ ആചാര ലംഘനം നടക്കുന്നു എന്ന് ബോധ്യമായിട്ടും ഇത് അറിഞ്ഞിട്ടും തന്ത്രി തടഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും SIT വാദിക്കുന്നു. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായി മാത്രമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രി ആ ഘട്ടത്തിൽ ഒന്നും തന്നെ മിണ്ടാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തലിൽ വരുന്നത്. അതായത് 2 പതിറ്റാണ്ട് നിന്ന സൗഹൃദം അത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു പ്ലാൻ അത് നടപ്പിലാക്കുന്നതിന് തന്ത്രി കൃത്യമായി അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും തന്ത്രിയുമായും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ രേഖകൾ കണ്ടെത്തുക എന്നുള്ള വലിയ വെല്ലുവിളി SITക്ക് മുമ്പിലുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ്, എത്ര രൂപ കൈപ്പറ്റി, അത് എവിടെ വെച്ചാണ് കൈപ്പറ്റിയിട്ടുള്ളത്, അത് ഏത് മുഖേനയാണ്, അതായത് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണോ അതല്ലെങ്കിൽ മറ്റ് ഇടപാടുകളിലൂടെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിനാമി ഇടപാടുകളിലൂടെയാണോ ഇങ്ങനെ പണം ഈ തന്ത്രിയിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതിനുവേണ്ടി തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യണം. അതിന് തന്ത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. മറ്റൊന്ന്, നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ദൈവതുല്യൻ എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് നമ്മളിപ്പോൾ ആ വാദം ബലപ്പെടുന്ന തരത്തിലേക്ക്
നടപടികളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതാണോ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണം കൂടുതൽ ശക്തിയായി വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് കടകംപള്ളിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അതായത് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ടോ? ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കട്ടിളപ്പാളികളും ഈ മറ്റ് കാര്യങ്ങളും ഒക്കെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മന്ത്രിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയാണ് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ കമ്മിറ്റിയാണ് ഇത്ര നാളിതുവരെയായിട്ടുള്ള ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഈ കൃത്രിമങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രി അറിഞ്ഞിട്ടും അത് അറിയാതെ നടിച്ചതാണോ, അല്ലെങ്കിൽ അവരുടെ ഭാഗമായി കൂട്ടുനിന്നോ എന്നടക്കമുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വരും ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തേക്കാമെന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് CPM-നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഇടതുമുന്നണി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു കൂട്ടമായ രീതിയിൽ, അതായത് ഭരണസമിതി അംഗങ്ങളും സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒപ്പം തന്നെ തന്ത്രിയും ഉൾപ്പെടെ ഈ ഒരു കൊള്ളക്കടത്തിന്, ഈ ഒരു സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നടക്കമുള്ള നിർണായക വിവരങ്ങളാണ് SITയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിൽ എന്തുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചലിച്ചില്ല, അത് എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൊള്ള നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ശബരിമലയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നു, ആ വിവരങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ നാനാകോണിൽ നിന്ന് ഉയർന്നുണ്ട്. അത് തന്നെയാണ് പ്രതിപക്ഷവും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി സർക്കാർ തന്നെ നൽകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ വ്യാപകമായി തന്ത്രിയാണ് പോറ്റിയേറ്റിയത്, തന്ത്രിയാണ് ഇതിനെല്ലാം കാരണം, സഖാക്കളല്ല എന്ന രീതിയിലുള്ള ചില വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഈ രീതിയിൽ ഉള്ള പ്രചരണം നടത്തിയാൽ അത് ഇപ്പോൾ CPM-നുണ്ടാക്കിയിരിക്കുന്ന കളങ്കം അത് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആ ഒരു വേളയിൽ ഇങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു, കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു, കൂടുതൽ തെളിവുകൾ SIT ശേഖരിക്കുന്നു. അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലൂടെ കൂടുതൽ ഉന്നതരിലേക്ക് കൂടി ഈ ഒരു കേസ് വഴിമാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, NG മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും SIT ഈ കേസിലെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിൽ ഇത് ചെയ്ത അല്ലെങ്കിൽ ഇത് കടത്തിക്കൊണ്ടുപോയതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ഇത് കടത്താൻ കഴിയും എന്ന വിവരം നൽകി, അതിനു വേണ്ടി മൗനാനുവാദം നൽകി, അതിനൊപ്പം നിന്നത് ആരൊക്കെ എന്ന നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസ് കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.